പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൾബറി കൊണ്ടൊരു സ്പെഷ്യൽ വിഭവമാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നിറയെ മൾബറി കായ്ച്ച് കിടക്കുന്ന ഈ സമയത്ത് നമുക്ക് മൾബറി കൊണ്ടൊരു സ്പെഷ്യൽ വിഭവം തയ്യാറാക്കാം. മൾബറി എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി പഴുത്ത മൾബറിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അത് ഞെക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറം എല്ലാം കയ്യിലേക്ക് ആയി വരുന്നുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മുഴുവനും ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. മൾബറി എല്ലാം മിക്സിയിൽ അരച്ച് ഒരു പാനിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തത്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം പോരെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ഇവിടെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് ചേർക്കാം. ഇതൊന്ന് വറ്റട്ടെ. മൾബറിക്ക കൊണ്ട് ജാമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. അത് കേടാകാതിരിക്കാനാണ് ഈ നാരങ്ങാ നീര് ചേർക്കുന്നത്. നാരങ്ങാ നീര് ചേർക്കുമ്പോൾ ഒരു ചെറിയ പുളി എല്ലാം ഉണ്ടാവും. ഇനി ഒരു ജാമിൻ്റെ പാകമാകുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഒരു ജാമിൻ്റെ പാകമൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ സ്പൂണിൽ കോരി കാണിക്കാം. ഈ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി തണുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. നല്ല ഒരു പാകമായിട്ടുണ്ട്. അടുത്ത് കാണിക്കാം. കണ്ടോ, നല്ല ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. ഈ പാത്രവും കറുപ്പ്, ഈ ജാമും കറുപ്പ്, ഒരു ഡാർക്ക് കളറായതുകൊണ്ടാണ് നേരെ കാണാൻ പറ്റാത്ത. സ്പൂണിലെടുക്കുമ്പോൾ അത് കാണാൻ പറ്റും. കണ്ടോ, വെറുതെ പാഴായി പോകുന്ന മൾബറി പറിച്ച് ഇങ്ങനെ ജാമുണ്ടാക്കി വെച്ചാൽ ബ്രെഡിലും അപ്പത്തിനും ചപ്പാത്തിയിലും ഒക്കെ പുരട്ടി കഴിക്കാൻ നല്ലതാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളാം. ഇപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി അല്പം ഒന്ന് തണുത്ത ശേഷം ഇത് കുപ്പിയിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ ജാം ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ജാം അപ്പത്തിലൊക്കെ പുരട്ടി കഴിക്കുക. ഇങ്ങനെ